കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഓരോ മുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഉപ്പും വിനാഗിരിയും ചേർക്കാൻ മറക്കരുത്. മുട്ട പെർഫെക്റ്റായിട്ട് പുഴുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൊട്ടാതെ. പക്ഷേ അത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ വയറ് നിറയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു ദോശയും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് മൈദ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉപ്പും ജീരകവും പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിലർ മുട്ടപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതുപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ദോശ ആയതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചില്ല, ജസ്റ്റ് തവി കൊണ്ട് മിക്സ് ചെയ്തെടുത്തേ ഉള്ളൂ. കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പഞ്ചസാരയും കൂടെ. ഇതിനകത്തേക്ക് ഏലക്കായ എള്ളൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ എൻ്റെ മോനത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല. കൈകൊണ്ട് നല്ലോണം തിരുമ്മി യോജിപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു കാരണം. കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് തിരുമ്മി എടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മുടെ ദോശ പരത്താൻ പോവുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ദോശത്തട്ടാണ് എൻ്റെ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പാകത്തിന്. അപ്പോൾ ഞാനൊരു മീഡിയം ഷേപ്പിലെ വലിപ്പത്തിലേ പരത്തുന്നുള്ളൂ. ഈ ദോശ ഒരുവിധം ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് വേണം ഇതിനകത്ത് ഫില്ലിങ്സ് വെക്കാനായിട്ട്. എൻ്റെ മോന് ഇതിന് പുള്ളി ദോശ എന്നാണ് പറയുക. കാരണം നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നിറച്ച് പുള്ളികൾ വന്നിട്ട് ഇങ്ങനെ നല്ല പുള്ളി ഉടുപ്പിട്ട പോലെ ഉണ്ടാവും ദോശനെ കാണാൻ. അങ്ങനെ ഫില്ലിങ്സ് വെക്കുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് ദോശ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് നമ്മൾ വെച്ച് രണ്ട് സൈഡും അങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം മാത്രം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഫില്ലിങ്സ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൈ കൊണ്ട് തന്നെ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ പുള്ളി ദോശ റെഡിയാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ മൈദയും മുട്ടയും ചേരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യത്തെ ദോശ തന്നെ ഹരിക്കുട്ടൻ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ദോശകളും ചുട്ടെടുത്തു. മോന് എക്സാമാണ്, ഹാഫ് ഇയർലി. അപ്പോൾ അവൻ പഠിക്കുകയാണ്. ദോശയൊക്കെ വേഗം കഴിച്ചിട്ട് പഠിക്കുകയാണ്. ഇന്ന് ഫുള്ള് അവനെ പഠിപ്പിക്കൽ തന്നെയായിരുന്നു പണി. ഇംഗ്ലീഷാണ് കേട്ടോ ഫസ്റ്റ് എക്സാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണേ.